ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതായിട്ട് നമുക്ക് യൂണിഫോം ഇട്ടിട്ട് വരാം. അപ്പം ഞാനിവിടെ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് പറയുന്നത് നമ്മൾ മുടി കെട്ടലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നടുവര എടുത്തിട്ട് രണ്ട് സൈഡാക്കിയിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടുവര എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടുവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ഇടയ്ക്കാണ് ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാറുള്ളത്. ചില സമയത്ത് നല്ല നേരമുള്ള സമയത്തൊക്കെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നില്ല. എൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഹെയർ സ്റ്റൈൽ കെട്ടാൻ പറ്റുന്ന ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാനിങ്ങനെ സാധാരണയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും അതേപോലെ ആയിട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ റിബണാണ് കിട്ടുന്നത്. റിബൺ നമ്മൾ രണ്ട് സൈഡിലും കെട്ടിക്കൊടുക്കാം. എനിക്ക് റിബൺ കിട്ടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ഒരു സൈഡ് മര്യാദക്കായിട്ടുണ്ടാവും, മറ്റേ സൈഡ് അതേപോലെ ആവില്ല. അതാണ് എൻ്റെ ഫേസൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കണേ. ചില സൈഡ് നന്നായിട്ടായിട്ടുണ്ടാവും, ചില സൈഡ് എന്ന് പറയാം ഒന്ന് ചെറുതും ഒന്ന് വലുതും അതേപോലെ ആയിരിക്കും. അപ്പം നമ്മളങ്ങനെ റിബണൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മേക്കപ്പാണ്. ഞാൻ അത്രയും അങ്ങനെ മേക്കപ്പൊന്നും ഇടാറില്ല, ചെറുതായിട്ടൊക്കെയാണ്. ഇപ്പം ഞാൻ ക്രീമാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം നമ്മളങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ജസ്റ്റ് ഹൈബ്രോ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഹൈബ്രോയും കൂടെ വരച്ചതിന് ശേഷം പിന്നെ ചെയ്യാറുള്ളത് കുറച്ച് പൗഡർ ഇടും. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്താണ് ഞാൻ ഇങ്ങനെയാണ് പൗഡർ ഇടാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പൗഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഐലൈനർ എഴുതലാണ്. ഇതും നല്ലൊരു കാര്യമായ പണിയാണ്. എനിക്ക് ഫോണിൽ നോക്കി എഴുതാൻ അറിയത്തില്ല. അഥവാ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു കണ്ണാടി വെച്ചിട്ടാണ് നോക്കിയിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഐലൈനറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന അതേ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിടാറുള്ളത്.
അപ്പം ഗൈസ് ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ലിപ്പാമും കൂട്ടിയിട്ടേന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, സ്കൂളിലേക്ക് പോവാം.